നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും തമ്മിൽ പിരിക്കുവാൻ വേണ്ടി കൂടോത്രം ചെയ്ത വ്യക്തികൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതിനാൽ നിങ്ങളിതെപ്പോൾ കാണുമ്പോഴും വാലിഡ് ആവുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെല്ലാം വിട്ട് കളയുക. റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലംസ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാർഡ്സ് വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. 8 ഓഫ് വാൻഡ്സ്, 6 ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, 7 ഓഫ് കപ്സ്, ദ എംപ്രസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളെ തമ്മിൽ ബ്ലാക്ക് മാജിക് ചെയ്ത് പിരിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത്. ആക്ച്വലി എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേടിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ സങ്കടം, നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ലോസ്, അതാണ് ആ വ്യക്തിയുടെ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമായപ്പോൾ അവരെന്തോ ഒരു ലോകം പിടിച്ചടക്കിയ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആ വ്യക്തിക്ക് തന്നെ അറിയത്തില്ല ആ വ്യക്തി എന്താണ് ഇതിൽ കൂടി നേടിയത് എന്നുള്ളത്. അവർക്കിപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ തന്നെയും അവർ ഇപ്പോഴും കാൽക്കുലേഷനിലാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇനിയും റീയൂണിയൻ ഉണ്ടാകുമോ, റീയൂണിയൻ ഉണ്ടായാൽ തന്നെ, അതായത് ഫ്യൂച്ചറിനെ പറ്റിയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത്. ആ വ്യക്തി ആലോചിക്കുന്നത് ആ വ്യക്തിയുടെ ഫ്യൂച്ചറിനെ പറ്റിയല്ല. നിങ്ങൾ തമ്മിൽ ഇനിയും ഒന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇനിയും എങ്ങനെ പിരിക്കാം എന്നതിനെക്കുറിച്ചാണ് ആ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റിയൽ സൈക്കോ ക്യാരക്ടറായിട്ടാണ് ആ വ്യക്തിയുടെ കാര്യം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ അസൂയപ്പെടുക, എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക, നിങ്ങൾക്ക് തരുന്ന ആ ഒരു കെയറിങ്ങിനേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും ആ ഒരു ചിന്താഗതി ഈ ഒരു തേർഡ് പേഴ്സണിനെ മാനസിക രോഗിയാക്കിയെന്ന് തന്നെ പറയാൻ സാധിക്കും. ആ ഒരു വ്യക്തിയിലെ സൈക്കോ ക്യാരക്ടറാണ് നിങ്ങൾ തമ്മിൽ പിരിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് തന്നെ ചിന്തിച്ചത്. നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ഫ്രണ്ട് സർക്കിളിൽ പോയിട്ട് അവർക്ക് പാർട്ടി കൊടുത്ത് എൻജോയ് ചെയ്യുന്നതായിട്ടാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. ആ ഒരു വ്യക്തി ഈ ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിൻ്റെ പേരിൽ ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ എൻജോയ് ചെയ്യുകയാണ്. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകില്ല എന്നാണ്. അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ എന്ത് വില കൊടുത്തും നിങ്ങളെ തമ്മിൽ പിരിക്കും എന്നുമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഭാഗത്താണ് ന്യായമെന്നാണ്. ആ വ്യക്തിയുടെ ഭാഗം, അതായത് ആ തേർഡ് പേഴ്സണിൻ്റെ ഭാഗം ശരിയായതുകൊണ്ടാണ് ഭഗവാൻ ആ ഒരു വ്യക്തി ചെയ്ത ഈ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ പിരിച്ചത്. ഇങ്ങനെയാണ് ആ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തമ്മിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വാർണിംഗ് തരികയാണ്. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജോബ് സംബന്ധമായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നശിക്കാനും നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുവാൻ വേണ്ടിയും നിങ്ങളെ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് എനർജി സറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ വേറൊരു കാര്യം യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല ഈ വ്യക്തി സ്പോയിൽ ചെയ്തിട്ടുള്ളത്.
മറ്റാരുടെയൊക്കെയോ ലൈഫ് ഈ വ്യക്തിയുടെ ഇങ്ങനത്തെ പ്രവൃത്തി മൂലം സ്പോയിലായി എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന 2 പേരുടെ ഇടയിൽ ഒരു ഫ്രണ്ടായിട്ട് കടന്നു ചെന്ന് അവരുടെ ഇടയിൽ അവർ പോലും അറിയാതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അവർ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ തട്ടിയെടുക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തേർഡ് പേഴ്സൺ ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആ തട്ടിയെടുത്ത വ്യക്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല. ഈ ഒരു തേർഡ് പേഴ്സണിന് കാണുന്നവരുടെ അടുത്തെല്ലാം ഒരു അട്രാക്ഷനും ഇൻഫാച്വേഷനും തോന്നുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർ കൂടുതൽ കാലം കീപ്പ് ചെയ്യുകയില്ല. അതിൽ നിന്നും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പോഴും അവരുടെ മുമ്പിൽ ഇതുപോലെ ചോയ്സസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്നും അവരുമായി മുമ്പോട്ട് പോകുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് നോക്കാം എന്നുമാണ്. നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ തട്ടിയെടുത്ത ആ ഒരു തേർഡ് പേഴ്സണിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവർക്ക് എല്ലാ റിലേഷൻഷിപ്പും ജസ്റ്റ് ഒരു തമാശയാണ് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ സൈക്കോയുടെ ക്യാരക്ടർ എന്താണോ ആ ഒരു ക്യാരക്ടറാണ് എന്ന് ഇവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി ഒരു തെറ്റും ചെയ്യാത്ത ഒരു രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോഴും ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചേക്കാം, ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഒരു വ്യക്തി അല്ല നിങ്ങൾ, അതായത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും പിരിയാനുള്ള കാരണമെന്ന്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്തേക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ നിങ്ങളോട് പെരുമാറിയേക്കാം എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവർ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കാനുള്ള മെയിൻ കാരണമായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ഓരോ വ്യക്തിയും ഓരോരോ പർപ്പസിനായിട്ടാണ് ഈ വ്യക്തി യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ യൂസ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റൊരു വ്യക്തിയെ യൂസ് ചെയ്തത് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് അടുത്ത വ്യക്തിയെ യൂസ് ചെയ്യുന്നത് ഇവർക്ക് എന്തെങ്കിലും പുറത്തു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോകാനോ എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അവരെ സമീപിക്കുന്നത്. പക്ഷേ ഇവർക്ക് റിലേഷൻഷിപ്പിലുള്ള ആ വ്യക്തികൾക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവത്തിനെ പറ്റി ഒരറിവുമില്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവർ ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്. മാനസികമായും ശാരീരികമായിട്ടും എല്ലാം വളരെ ഒരു സന്തോഷപരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർക്ക് നേട്ടമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേട്ടവുമില്ല. താൽക്കാലിക സുഖം, താൽക്കാലികമായി ഇവരുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സുഖം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം. ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ കംപ്ലീറ്റ്ലി മാനസികമായിട്ട് സ്പോയിൽ ചെയ്യുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതിനേക്കാൾ ഇരട്ടി സ്നേഹം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും പിടിച്ചു വാങ്ങാനാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, അവർക്കാണ് നീതി കിട്ടിയത് എന്ന്. അവരുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് ഭഗവാൻ അവർക്ക് നീതി കൊടുത്തു എന്ന് അവർ ഇപ്പോൾ 100% വിശ്വസിക്കുന്നു. പക്ഷേ അവർ ഒരിക്കലും അറിയുന്നില്ല അവർ ഈ ചെയ്തതിൻ്റെ കർമ്മഫലം അവർക്ക് താമസിക്കാതെ തന്നെ 100 മടങ്ങായി തിരിച്ചു കിട്ടും എന്ന സത്യം. ഇന്നത്തെ റീഡിംഗ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു തരികയും
നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതുമായിരിക്കും. കൂടോത്രത്തിൽ നിന്നും ബ്ലാക്ക് മാജിക്കിൽ നിന്നും എല്ലാത്തരം നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഒരു കോഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.